ஆசை புன்னகை மூஞ்சையில் മൂഞ്ചി 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 മൂഞ്ചിയിൽ മൂഞ്ചി ശരിക്കും മൂഞ്ചി. കളി ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു. മുകളിൽ നിന്ന് താഴോട്ടും താഴോട്ടു നിന്ന് മുകളിലേക്കും. അത് ഇന്റർ മിലാൻ ഗോളടിക്കും, പിന്നെ ബാഴ്സലോണ ഗോളടിക്കും. റമട്ടാഡോർ അഗെയിൻ റമട്ടാഡോർ എന്നും പറയാം. ഓക്കെ, ആ കളിയിൽ സീരിയസ് ആയും ബാസ മൂഞ്ചി. അങ്ങനെ ഒരിക്കലും കൂടി ബാഴ്സലോണയുടെ കയ്യിൽ ആ ചാമ്പ്യൻ എന്ന ലക്ഷ്യം വിട്ടുമോറുന്നു. അഥവാ ഭാഗ്യമില്ല എന്ന കാരണത്താൽ ബാഴ്സലോണ കളി ലൈവായി കണ്ടവർക്കറിയാം, ബാഴ്സയുടെ പൊസിഷനിങ് ആയിരുന്നു അധികം. എമാലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽസ് എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു. കാരണം കോച്ച് അനലൈസ് ചെയ്തിരുന്നു ഫസ്റ്റത്തെ ലെഗിൽ തന്നെ. സെക്കൻഡ് ലെഗിൽ എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇത്രയും തന്തകളെ വെച്ചുള്ള ടീം ഇത്രയും ചെറുപ്പക്കാരെ പൊട്ടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ കോച്ചിന് വളരെ കൈയടിക്കേണ്ടത് ആവശ്യമാണ്. UCLലെ കുറേ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഒരു ന്യൂസ് ഞാൻ കണ്ടു. റൊണാൾഡോ ജൂനിയർ ടു അവരുടെ പോർച്ചുഗൽ ദേശീയ ടീമിൽ റൊണാൾഡോ ജൂനിയർ കളിക്കും 15. പക്ഷേ റൊണാൾഡോ ഈ സമയത്ത് എന്തായിരുന്നു? റൊണാൾഡോ ഈ സമയത്ത് സ്പോർട്ടിംഗ് ക്ലബിൽ ഹേർട്ട് സർജറി ആയിരുന്നു. സീ ദി ഡിഫറൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. റൊണാൾഡോ ഇതിനെ പറ്റി റീപ്ലൈ പറഞ്ഞതാണ്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ റീപ്ലൈ. ബാക്ക് ടു UEFA ചാമ്പ്യൻസ് ലീഗ്. UEFA ചാമ്പ്യൻസ് ലീഗിൽ അർസനലും PSG ഏറ്റുമുട്ടിയപ്പോൾ 3-1 പൊട്ടിപ്പോയി എന്നെങ്കിലും പറയാം. കാരണം അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കളിയാണ്, PSG ജയിക്കുമെന്ന്. പിന്നെ ആർസനലിൻ്റെ കോച്ച് ഒഫൻസീവായി കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒഫൻസീവല്ല, ഒരു തേങ്ങയും കണ്ടില്ല, ഒരു ഗോളടിച്ച് മാത്രം കണ്ടിട്ടുള്ളൂ. ഓക്കെ, മാനം കാത്ത് വേറൊന്നും ചെയ്തില്ല. ഓക്കെ, ആ സാക്കാൻ്റെ ഒരു ഗോൾ. വിഷ് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.